നമസ്കാരം, ഞാൻ ഡോക്ടർ ഗിരിജ, പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, PCOS അല്ലെങ്കിൽ PCOD, ഇതിൽ ബ്ലഡ് പ്രൊഫൈലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. PCOS ബ്ലഡ് പ്രൊഫൈൽ എന്ന രീതിയിൽ തന്നെ അത് ലാബിൽ ചെന്നാൽ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഏതൊക്കെയാണ് ഈ നോക്കേണ്ടത് എന്ന് നോക്കണം. അതിൽ ചില ഹോർമോൺ ടെസ്റ്റുകളും മെറ്റബോളിക് ടെസ്റ്റുകളുമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഹോർമോൺ ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞാൽ LH ലൂട്ടിനൈസിങ് ഹോർമോൺ, FSH ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിന്നെ ഏതാനും ആൻഡ്രജനിക് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ, DHEAS, പിന്നെ പ്രൊലാക്റ്റിൻ. ഇതൊക്കെയാണ് സാധാരണയായി ചെയ്തു വരുന്ന ഹോർമോൺ ടെസ്റ്റുകൾ. പിന്നെ മെറ്റബോളിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ലെവലിൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് നോക്കുക, ബ്ലഡിലെ ഇൻസുലിൻ എസ്റ്റിമേറ്റ് ചെയ്യുക, ഫാസ്റ്റിംഗ് ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുക. പിന്നെ ഈ ഹോർമോൺസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ 2 ഹോർമോൺസ് വിട്ടുപോയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അത് തൈറോയിഡ് പ്രൊഫൈലാണ്, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റാണ് ഒന്ന്. പിന്നെ ഒന്നുള്ള AMH എന്ന ഹോർമോണാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ഇതിൽ മെറ്റബോളിക് ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ തരമുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം PCOS കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിനും വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനുമാണ്. അത് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ സാധാരണ അൾട്രാസൗണ്ടിൽ പോളിസിസ്റ്റിക് ആയിട്ട് ഓവറീസ് കണ്ടു കഴിഞ്ഞാൽ അത് PCOS ആണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ആ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നതിനായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ, ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളും വേണം. അതിൽ ബ്ലഡ് ടെസ്റ്റുകളുടെ മെറ്റബോളിക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പ്രധാനമായും ഫാസ്റ്റിങ്ങിലുള്ള ഇൻസുലിൻ ലെവലൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഈ ടെസ്റ്റ് വഴി അറിയാവുന്നതാണ്. അപ്പോൾ പാരമ്പര്യമായി ഡയബറ്റീസ് ഫാമിലിയിലുള്ളവർക്ക് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഇൻസുലിൻ ലെവൽ നോക്കിയാൽ അവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസിന് സാധ്യതയുള്ള ആളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട മുൻകരുതലുകൾ ചെറിയ പ്രായത്തിൽ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ AMH എന്ന ഹോർമോണിൻ്റെ കാര്യം കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഇപ്പോൾ വളരെ പ്രാധാന്യം ആധുനിക സമൂഹത്തിൽ പെൺകുട്ടികൾക്കിടയ്ക്ക് AMH എന്ന ഹോർമോണിനെ കുറിച്ചുള്ള അറിവുണ്ടായിട്ടുണ്ട്. AMH എന്നാൽ ആൻറ്റി മുള്ളേറിയൻ ഹോർമോണാണ്. അത് ശരിക്കും ഓവറിയിലെ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷിയെയാണ് AMHൻ്റെ ലെവൽ വഴി നമുക്കറിയാൻ പറ്റുന്നത്. AMHൻ്റെ ലെവൽ നോർമലായിട്ടിരുന്നാൽ സാധാരണഗതിയിലുള്ള പ്രത്യുൽപാദന ശേഷി ഉള്ളതാണ് താനെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ട രീതിയിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവും. അതായത് വിദ്യാഭ്യാസത്തിനും ജോലി കിട്ടിയതിനുമൊക്കെ ശേഷം പ്രഗ്നൻസി പ്ലാൻ ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് AMH വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. AMHൻ്റെ ലെവൽ വളരെ താഴെയാണ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് കുറവാണ്, പ്രത്യുൽപാദന ശേഷി കുറവാണ്, അതിവിദൂരമായിട്ടുള്ള അല്ലാത്ത ഭാവിയിൽ തന്നെ മെനോപോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി പിന്നീട് മതി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ AMH ലെവൽ മെഷർ ചെയ്ത് അവർക്ക് എത്രയും വേഗം അവർ പ്രഗ്നൻസി ആഗ്രഹിക്കാനും ആവാനും ശ്രമിക്കേണ്ടതാണ്. ഇനി AMH ലെവൽ ഹൈ ലെവലാണെങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. സാധാരണ PCOSനാണ് ഉയർന്ന AMH ലെവൽ കാണുന്നത്. ഈ പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർക്ക് അവർക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. PCOS ഉള്ളവർക്ക് AMHൻ്റെ ലെവൽ നല്ല ഹൈ ആയിട്ടിരിക്കുന്നു എങ്കിൽ അവർക്ക് ആവശ്യത്തിന് ഫോളിക്കിൾസ് അവരുടെ അണ്ഡാശയങ്ങളിലുണ്ടെന്നും അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വിധേയമായാൽ റിസൾട്ട് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണെന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവർ നിരാശരാവാതെ പ്രത്യുൽപാദനം കൂട്ടുന്നതിനുള്ള, അതായത് ഫെർട്ടിലിറ്റി കൂട്ടുന്നതിനുള്ള ചികിത്സയിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ മടി കൂടാതെ തന്നെ ചികിത്സ മുന്നോട്ട് പോകുന്നതിന് തയ്യാറാകാൻ പറ്റും. അവർക്ക് പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും മനസ്സിലാക്കാം.
ഇത്തരം ടിപ്സുകൾക്കായി ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക. നമസ്കാരം.